നമ്മൾ ഗിയറിലേക്ക് പോകുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും, ഗിയറിലേക്ക് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മുറുകെ പിടിക്കുന്നുണ്ട്, എന്ത് ചെയ്യും, വണ്ടി അറിയാതെ ഇങ്ങനെ റൈറ്റിലേക്കൊക്കെ പോകും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഓടിച്ച് ഇരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റിപ്പോയി ഗിയർ നമുക്ക് ഇടാൻ കൃത്യമായിട്ട് കിട്ടാതെ വരുന്നതിന്റെ കാരണം. എനിക്ക് സ്ലോ ചെയ്യണം, കാരണം ഗ്യാപ്പുകൾ കുറവാണ്. അപ്പൊ അതിനനുസരിച്ച് ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടേണ്ടതുണ്ട്. അപ്പൊ ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടുന്ന സമയത്ത് ഞാൻ സ്ലോ ആക്കിക്കൊണ്ട് ആ വണ്ടി പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. അപ്പൊ പിന്നെ എനിക്ക് നിർത്തേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ച് നിർത്തുകൊണ്ട് എനിക്ക് ഗിയറും മാറേണ്ടി വന്നില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് അറിയാവുന്നവർക്കല്ല, ഡ്രൈവിംഗ് സംബന്ധമായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. അറിയാവുന്നവരാരും ഇത് കാണുന്നത് നിങ്ങൾക്കറിയാം. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. ഗിയർ ഷിഫ്റ്റ് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് തെറ്റാതെ ഗിയർ ഇടാം എന്നതിനെ പറ്റിയാണ്. ഞാനത് ഓടിച്ച് തന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റായിൽ തുടങ്ങിയിട്ട് നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെയാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് തെറ്റാതെ ഗിയർ ഇടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം ഗിയർ ഇടേണ്ട പ്രൊസീജിയറും കാര്യങ്ങൾ കാണിച്ചു തരാം. അതായത് നിങ്ങൾ ഗിയർ ഇടാൻ പഠിക്കേണ്ടത്, നിങ്ങൾ ഒരുപാട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് ബാലൻസ് പിടിക്കണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വാഹനം വീട്ടിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ കയറിയത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, റിവേഴ്സ് എന്ന് എവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾ ആദ്യമേ ഗിയറിന്റെ മുകളിലേക്ക് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ നല്ലപോലെ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം നമ്മൾ ഓരോ രീതിയിൽ ഗിയർ ഇടുന്ന പൊസിഷൻ ആദ്യമേ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ആ പൊസിഷൻ തന്നെ കൈ കൊണ്ടുപോയി ഇട്ടാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് തെറ്റാതെ ഗിയർ ഇടാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഗിയർ എവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആണെങ്കിലും നമ്മൾ ന്യൂട്രാക്കിയ സെൻട്രലാണ് കിടക്കുന്നത്. ആ ന്യൂട്രിൽ നിന്ന് വേണം നമ്മൾ ഓരോ ഗിയറിലേക്കും പോകുവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ന്യൂട്രലിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടുന്നത് എവിടെയാ, അതുകൊണ്ട് ഈ ഒരു സൈഡ് ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ, ആ സൈഡ് ചേർത്ത് തന്നെ താഴേക്ക് വന്നാൽ സെക്കൻഡ് ഗിയർ. ഇപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും തെറ്റുന്ന ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ അതായത് വെറുതെ ഇങ്ങനെ അങ്ങ് ഇടും. ഏത് ഗിയറിലേക്ക് വീഴും, നമ്മൾ ന്യൂട്രൽ നേരെ സ്ട്രെയിറ്റ് മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ തേർഡ് ഗിയറിലേക്കാണ് പോവുക. അതേ സമയത്ത് നമ്മളെ സൈഡ് ചേർത്ത് ഇട്ടാൽ മാത്രമേ ഏത് ഗിയറിൽ വീഴത്തുള്ളൂ, ഫസ്റ്റ് ഗിയറിൽ വീഴത്തുള്ളൂ. പലരും എന്ത് ചെയ്യും, ഇങ്ങനെ ഇട്ടിട്ട് ഫസ്റ്റ് ആണോ എന്ന് നോക്കും. നിങ്ങൾക്ക് സംശയമുണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ ഒരു രീതി ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ, ഗിയർ ഫസ്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ന്യൂട്രാക്കുക, ആ സൈഡ് ചേർക്കുക. അപ്പൊ നമുക്കിത് കണ്ടോ, നമ്മളിങ്ങനെ മരത്തിൽ പിടിക്കണം എന്നൊന്നുമില്ല, മുകളിൽ ഒരു തൊപ്പി ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടല്ലേ, ഈ തള്ളവെള്ളം കൊണ്ടാണ് പണി മുഴുവനും. ഈ സൈഡ് ചേർത്ത് എന്ത് ചെയ്യുക, ഇത് കണ്ട ഇട്ട് കഴിഞ്ഞാൽ ഏത് ഗിയർ തന്നെ ആരിട്ടാലും വീഴും, ഫസ്റ്റ് ഗിയർ തന്നെ വീഴും. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ നേരെ മുകളിൽ പിടിച്ച് നേരെ ഇങ്ങനെ ഇടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏത് ഗിയർ വീഴാൻ മടിക്കുന്നത്, ഫസ്റ്റ് ഗിയർ വീഴാൻ മടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ കാരണം അത് തന്നെയാണ്. ഇപ്പൊ സൈഡ് ചേർക്കുക, ഇടുക. എന്നിട്ട് നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ ന്യൂട്രാക്കിട്ട് ഇങ്ങനെ പിന്നെ ഇടേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ സൈഡ് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സൈഡ് ചേർത്ത് തന്നെ സെക്കൻഡ് ഇട്ട് പഠിക്കുക. ഇതല്ലേ, അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഇടുന്നു, സെക്കൻഡ് ഇടുന്നു, വീണ്ടും ന്യൂട്രാക്കുന്നു, ഫസ്റ്റ് ഇടുന്നു, സെക്കൻഡ് ഇടുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചു നേരം നിങ്ങൾക്ക് ബാലൻസ് ആയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഗിയറുകൾ വീഴത്തുള്ളൂ. അപ്പം നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെക്കൻഡിന് നിങ്ങൾ തേർഡ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കാരണവശാലും തീരുന്നത് ആ കിടക്കുന്ന ഗിയറിന്റെ അവിടെ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തത്, വലിക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗിയർ വീഴാത്തത്. എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യമേ സ്ട്രെയിറ്റ് ആയിട്ട് തട്ടി വിടുക, നേരെ സെന്ററിൽ വന്നോളും. ആ സെന്ററിൽ കിടക്കുമ്പോൾ വീണ്ടും ഒരു കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ഇടണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ, ഇനി ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അതിന് താഴെ ഒരു കമന്റ് ആയിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് വീണ്ടും ചെയ്യുവാൻ കഴിയും. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതായത് സെക്കൻഡ് ഗിയർ കിടക്കുന്ന സമയത്ത് നിങ്ങൾ സ്ട്രെയിറ്റ് എടുത്ത് വിടുക. നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരണ്ട, എൽ ഷേപ്പിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റാനുള്ള കാരണം ഇത് കണ്ടല്ലേ, സ്ട്രെയിറ്റ് എടുത്ത് വിടുക, നേരെ സെന്ററിൽ വരും. ആ സ്ട്രെയിറ്റ് സെന്ററിൽ വന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചരിക്കരുത്. നമുക്ക് ഇങ്ങോട്ട് പോയാൽ ഫസ്റ്റ് ഗിയർ വീഴും, ഇങ്ങോട്ടാണെങ്കിലോ ഫിഫ്ത്ത് ഗിയർ വീഴും പോകും. അപ്പൊ നിങ്ങൾ സെന്ററിൽ നിന്ന് സെന്റർ കൊണ്ട് ഒരു തട്ട് എന്ത് ചെയ്യുക, തട്ട് കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നീക്കായിരുന്നാൽ മതി, തേർഡ് ഗിയർ തന്നെ വീഴും. അതേപോലെ തന്നെ തേർഡ് ഗിയറിൽ നിന്ന് നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ ഇടുമ്പോഴാണ് പലർക്കും തെറ്റിപ്പോകുന്നത്. കൂടുതൽ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും തെറ്റുന്ന ഗിയർ ഏതൊക്കെയാ, സെക്കൻഡിൽ നിന്ന് തേർഡ് ആക്കാനും തേർഡിൽ നിന്ന് സെക്കൻഡ് ആക്കാനും. നമ്മളിപ്പം ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്തി ചെയ്യുന്ന ഒരു ഗിയർ ആയതുകൊണ്ട് നമുക്ക് അധികം തെറ്റുകയല്ല. അതേസമയത്ത് നമുക്ക് ഇത് റണ്ണിങ് ചെയ്യുന്ന ഒരു ഗിയർ ആണ് ഏതൊക്കെ,
സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും. അപ്പൊ നിങ്ങൾ തേർഡ് ഗിയറിൽ നിങ്ങൾ സെക്കൻഡ് ആക്കുമ്പോൾ ഇതല്ലേ, നേരെ സ്ട്രൈറ്റ് എടുത്ത് വിടുക, വീണ്ടും സൈഡ് ചേർക്കുക, സൈഡ് ചേർത്തിട്ടാൽ സെക്കൻഡ് ഗിയറും വീഴും. പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ സ്ട്രൈറ്റ്, നിങ്ങൾ ഇങ്ങനെ വലിക്കണ്ട, സ്ട്രൈറ്റ് തട്ടുക, സ്ട്രൈറ്റ് തട്ടുക, കേട്ടാ, തേർഡ് ഗിയർ വീണു. അതുപോലെ തന്നെ സ്ട്രൈറ്റ് എടുക്കുക, സൈഡ് ചേർക്കുക, ഇടുക, സെക്കൻഡ് ഗിയർ വീണു, കേട്ടാ. അപ്പൊ ഈ ഒരു രീതി. പിന്നെ നിങ്ങൾ ഫോർത്ത് ഗിയർ ഇടാൻ നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, നമുക്ക് കൈയുടെ ബാലൻസ് അനുസരിച്ച് നമുക്ക് തന്നെ സ്പീഡ് കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തോളൂ, നമ്മൾ ഓരോ ഗിയറുകൾ ഫോർത്ത് ആയാലും ഫിഫ്ത്ത് ആയാലും ഇട്ടാലും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇടേണ്ട ഗിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും തേർഡും, തേർഡിൽ നിന്ന് സെക്കൻഡ് ആക്കാനും നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തോളും, സ്പീഡ് ആകുന്നതിനനുസരിച്ച് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് ഞാൻ ഇനി ഓടിച്ചൂടെ കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് ഗിയർ നമ്മൾ ഇട്ടു, ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി. ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് നല്ലപോലെ ചവിട്ടി ഗിയർ ഇടാനും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ എന്തെല്ലാം ചെയ്യാനുണ്ടെന്ന് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ഒരു വണ്ടി എടുക്കാവും. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് ഹാൻഡ് ബ്രേക്ക് മാറ്റി, ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലെടുത്തു, ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുകയാണ്. കാരണം എനിക്ക് ചെറിയൊരു സ്ലോപ്പുമാണ്, ഒരു റോഡുമാണ്. അപ്പൊ ഞാൻ ഇവിടെ ലെഫ്റ്റിലേക്ക് പോകേണ്ടതായതുകൊണ്ട് ഞാൻ കാലം അയക്കുമ്പോൾ തന്നെ ക്ലച്ചിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ബ്രേക്കിൽ നിന്ന് അയക്കുന്ന തന്നെ വണ്ടി മുന്നോട്ട് മൂവ് ആകുന്നുണ്ട്, ഇറക്കം സ്ലോപ്പ് ഇറക്കം ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പിന്നെ അതുകൊണ്ട് ക്ലച്ചിൽ നിന്ന് എടുക്കുന്നില്ല, പതിയെ ബ്രേക്കിൽ നിന്ന് അയച്ചയച്ച് ഞാൻ വണ്ടി ഉണ്ടോ ഇല്ലോ എന്ന് നോക്കി എനിക്ക് ലെഫ്റ്റ് തിരിയണം. ഞാൻ ഇത് കണ്ടില്ല, ലെഫ്റ്റിലേക്ക് തിരിയുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് അയച്ചിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെയാണ് എടുക്കുന്നത്. കാരണം നമ്മൾ ഈ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ ടേൺ ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് ഓടരുത്. അതുകൊണ്ടാണ് നമുക്ക്, കാരണം ഈ നമ്മൾ തിരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് നേരെയാക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആക്സിലേറ്റർ കൊടുത്തില്ലെന്ന് പറഞ്ഞാലും ഈ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് പോയാൽ സംഭവിക്കും, വണ്ടിക്ക് നല്ല സ്പീഡായിരിക്കും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരും. ഇപ്പൊ ഞാൻ എന്റെ സൈഡ് തന്നെ ചേർത്തു, ക്ലച്ച് എന്ത് ചെയ്തു, എന്റെ സൈഡാണെന്ന് ഉറപ്പ് വരുത്തി ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി സെക്കൻഡ് ഗിയർ സൈഡ് ചേർത്തിട്ട് കണ്ടാ കൃത്യമായിട്ട് നമുക്ക് സെക്കൻഡ് ഗിയർ വീഴും. അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഗിയർ നമ്മൾ തേർഡ് ഗിയർ ഇടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വണ്ടിയുടെ സ്പീഡ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, സ്പീഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, അതിയായ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്ന, ഗ്യാരണ്ടി തരുന്നത്, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തുള്ള പ്രാക്ടീസ് പോയതല്ലേ, പ്രായം കൊണ്ടാണ് നിർത്തിക്കും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് ഞാൻ വാഹനം പഠിച്ചതാ, ഡ്രൈവിംഗ് പഠിച്ചതാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു, സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സെറ്റിൽ പോലും കയറുന്നില്ല, എന്താണ് പഠിച്ചാണ് നമ്മൾ എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നത്. വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്. തേർഡ് ഗിയർ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ സൈഡ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക, വണ്ടിക്ക് ഇച്ചിരി സ്പീഡ് കൂട്ടുക, ആക്സിലേറ്ററിന്റെ കാല് പൊക്കുന്നതനുസരിച്ച് ക്ലച്ച് ചവിട്ടി കൊടുക്കുക, സ്ട്രൈറ്റ് എടുത്ത് വിടുക, സ്ട്രൈറ്റ് ഇടുക. അപ്പൊ നമ്മുടെ ഭാഗത്ത് തന്നെ ആണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഗിയറുകൾ ഇടാവൂ. അല്ലാതെ എന്ത് സംഭവിക്കും, നമ്മൾ ഗിയറിലേക്ക് പോകുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും, ഗിയറിലേക്ക് ശ്രദ്ധിക്കും, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മുറുകെ പിടിക്കുന്നുണ്ട്, എന്ത് ചെയ്യും, വണ്ടി അറിയാതെ ഇങ്ങനെ റൈറ്റിലേക്കൊക്കെ പോകും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഓടിച്ച് ഇരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റിപ്പോയി ഗിയർ നമുക്ക് ഇടാൻ കൃത്യമായിട്ട് കിട്ടാതെ വരുന്നതിന്റെ കാരണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് തിരക്കുകള് വാഹനങ്ങൾ ഒരുപാടുള്ള സമയത്ത് എന്ത് ചെയ്യരുത്, വെറുതെ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇടണം അല്ലെ ഫോർത്ത് ഇടണം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഗിയർ ഇടണം ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത് വണ്ടി ഓടിക്കും. നമ്മുടെ സന്ദർഭ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ഓരോ സ്ഥലത്തും ഗിയറുകൾ ഇടുന്നതും എല്ലാം. നമുക്കിപ്പം ഫസ്റ്റും സെക്കൻഡും തേർഡ് ഇടാൻ കഴിയുന്നുള്ള നിങ്ങൾ അത് ഇട്ടാൽ മതി. ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിൽ പോന്നു, എനിക്കിപ്പോ ലെഫ്റ്റ് സൈഡിൽ ആൾക്കാരുണ്ട്, റൈറ്റ് സൈഡിൽ വണ്ടിയുണ്ട്, അപ്പൊ അവിടെ ചിലപ്പം പിന്നെ വണ്ടി അങ്ങോട്ട് ഗ്യാപ്പുകൾ കുറഞ്ഞു വരും, അപ്പൊ വണ്ടി സ്ലോ ആക്കേണ്ടി വരും. ആ സമയത്തെല്ലാം നമ്മൾ എന്ത് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾ അടുത്ത ഗിയർ കൊടുക്കാതെ നമ്മുടെ മുമ്പിലുള്ള ഗ്യാപ്പുകൾ കുറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വാഹനത്തിന്റെ ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാനും പഠിക്കുക. ഇപ്പൊ ഞാൻ സെക്കൻഡ് ആയതുകൊണ്ടാണ് ഞാൻ ഗിയർ വീണ്ടും ഷിഫ്റ്റ് ചെയ്യാഞ്ഞത്. കാരണം സെക്കൻഡ് ആവുമ്പോഴാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി നടക്കുന്ന ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡിൽ തന്നെ പോകാൻ കഴിയും. അല്ലാതെ നമുക്ക് ഇപ്പൊ തേർഡ് ഗിയർ മുതൽ നമുക്ക് സ്പീഡ് കൂടുതലാണ്. അപ്പൊ സെക്കൻഡിലാകുമ്പോൾ നമുക്ക് വണ്ടിക്ക് ജീവനുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്നിട്ട് വണ്ടിക്ക് ജീവനായി നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാം. ഇപ്പം സ്ലോയിൽ വരെ നമുക്ക് ഒരുമാതിരി സ്പീഡ് വരെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകാൻ കഴിയും. അപ്പൊ സ്ലോ ആയതുകൊണ്ടും ആ വണ്ടി നിൽക്കാത്തത് കൊണ്ട് ഞാൻ ആ സെക്കൻഡിൽ തന്നെ പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്താൽ മതി, സ്പീഡിൽ പോകണം. നമുക്ക് സ്പേസ് ഉണ്ട്, വണ്ടികളില്ല, ആളുകളില്ല, നമുക്ക് റോഡുകൾ കാണാം കൃത്യമായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, അടുത്ത തേർഡ് ഗിയർ കൊടുക്കൂ അല്ലെങ്കിൽ ഫോർത്ത് ഗിയർ കൊടുക്കുക ചെയ്യാവൂ. ഇപ്പൊ എനിക്ക് വണ്ടിയില്ല, ആളില്ല, ഞാനത് എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഇവിടെ 5ാമത്തെ ഗിയർ വരെ പോകാം. നമ്മളിപ്പോ അങ്ങനെ ഒരു രീതിയിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ വണ്ടി ഓടിക്കരുത്. നിങ്ങൾ പെട്ടെന്ന് സ്ഥലം ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഗിയർ മാറാതെ വേണ്ട പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ഗിയർ മാറരുത്. ഇപ്പൊ എനിക്ക് മുൻപിൽ ഒരു വണ്ടി ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടുന്ന് ഗിയർ മാറുന്നതേ ഇല്ല, ഞാൻ ആ സെക്കൻഡിൽ തന്നെ പോകുന്നു.
സൈഡ് ചേർത്ത് തന്നെയാണ് പോകുന്നത്, കണ്ടില്ലേ? അപ്പം ഒരു കാരണവശാലും എന്നിട്ട് എനിക്ക് സ്ലോ ചെയ്യണം, കാരണം ഗ്യാപ്പുകൾ കുറവാണ്. അപ്പൊ അതിനനുസരിച്ച് ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടേണ്ടതുണ്ട്. അപ്പൊ ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടുന്ന സമയത്ത് ഞാൻ സ്ലോ ആക്കിക്കൊണ്ട് ആ വണ്ടി പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. അപ്പൊ പിന്നെ എനിക്ക് നിർത്തേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ട് ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ച് നിർത്തുകൊണ്ട് എനിക്ക് ഗിയറും മാറേണ്ടി വന്നില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്നുള്ളത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.